തെരേസ മടങ്ങിയെത്തിയിരിക്കുന്നു. നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിൽ മോചനത്തിന്റെ അവസാന തുരുത്തും അസ്തമിച്ചപ്പോഴാണ് തെരേസയുടെ ബന്ധുക്കൾ പ്രവാസലോകത്തിലെത്തിയത്. ടിവിയിൽ ഈ പരിപാടി വന്നതിനു ശേഷം തനിക്ക് ചെലവായ 2.5 ലക്ഷം രൂപ മടക്കി തന്നാൽ നാട്ടിലേക്ക് തിരിച്ചുവിടാമെന്നാണ് തെരേസയോട് അറബി പറഞ്ഞത്. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് തെരേസ തന്നെ നമ്മോട് പറയുന്നു. ഒപ്പം മോചനത്തിന്റെ കഥയും. എനിക്ക് 2 ലക്ഷം രൂപയുടെ കടം നാട്ടിലുണ്ടായിരുന്നു. മൂത്ത മോന് സുഖമില്ലാതായപ്പോൾ ഭർത്താവിന് ജോലി ചെയ്യാൻ പോകാൻ പറ്റത്തില്ല, കണ്ണ് കാണാത്ത ആളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം 2 സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് ചോദിച്ചു, ഗൾഫിൽ പോകാനൊരു വിസ ഉണ്ട് ചേച്ചി പോകുന്നോന്ന് ചോദിച്ചു. സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. സൗദി ആണെന്ന് പറഞ്ഞ്. അപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ നമ്പർ കൊടുത്ത് ഈ ഏജൻറ്റ് എന്നെ നിരന്തരം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സൗദി എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു പേടിയായി. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇതിനിടയ്ക്കൊരു തമിഴ്നാട് സ്വദേശിയുടെ കൈവെട്ടിയെടുത്തെന്ന് ഉള്ള വാർത്ത പത്രത്തിലും ടി വിയിലും ഒക്കെ വന്ന്, പിന്നെ അല്ലാതെ ആളുകളെ പീഡിപ്പിക്കുന്നെന്നും തൂങ്ങി മരിച്ചെന്നും ഒക്കെ ഇതെല്ലാം സൗദിയിലാണ് നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ് സൗദി പോകണ്ടെന്ന് പറഞ്ഞ്. പൈസ കൊടുക്കാനുള്ളവർ വീട്ടിൽ വന്ന് നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ട് ഈ ഏജൻറ്റ് എൻ്റെ അടുത്ത് 20,000 രൂപ ശമ്പളം തരാം, 1 രൂപയും ഞാൻ ചിലവാക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ച്. അങ്ങനെ നവംബർ 15-ാം തീയതി ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് ദമാമിലാണ് എന്നെ കൊണ്ടുപോയത്. ചെന്ന വീട്ടിൽ 8 പിള്ളേരും തന്തയും തള്ളയും ഉണ്ടായിരുന്നു. നാസർ പറഞ്ഞത് 2 കുട്ടികളും തള്ളയും തന്തയുവേ ഉള്ളൂ, ഫ്ലാറ്റിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം കുഴപ്പമില്ലായിരുന്നു. 2ാമത്തെ ദിവസം മുതൽ മേളിലും താഴെയായിട്ടുള്ള വീടാണ്, ഞാനൊരാളേ ഉള്ളൂ. ഈ ജോലിയെല്ലാം ചെയ്യണം. ഇപ്പം നേരത്തെ ഇവിടെ ഒരാൾ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവർക്ക് ഇരുട്ട വിളക്ക ഉറക്കമാണ്. അവർ ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ച് റൂമിൽ വെച്ച് കഴിച്ചിട്ട് ടി വിയും കണ്ട് അവർ ഉറങ്ങും. അവരുടെ ജോലികൾ നമ്മൾ ചെയ്ത് അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കണം. അതാണ് നമ്മളുടെ ജോലി. നമ്മൾ കഴിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നമാണെന്നൊന്നും അവർ തിരക്കാറില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു പോയപ്പം എനിക്ക് എൻ്റെ കക്ഷത്തൊരു കുരുപ്പ് പോലെ വന്ന് എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടും അവരെന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദമാമിലെ നയീം സാറിൻ്റെ നമ്പർ കിട്ടി. ഞാൻ സാറിനെ വിളിച്ച് സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം നാസറിൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നാസറിൻ്റെ നമ്പർ കൊടുത്ത് നാസറിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചപ്പം നാസർ പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇല്ല, അവൾ നല്ല രീതിയിൽ നിൽക്കുകയാണെന്നാണ് നയീം സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ സാർ എന്നെ വീണ്ടും വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്നെ ഇതുവരെ ആശുപത്രി കൊണ്ടുപോയിട്ടില്ല, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, ആഹാരമോ അല്ലെങ്കിൽ ഇവിടുത്തെ ജോലിയോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, കാര്യം അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ചെന്ന് ചാടിയത്, എൻ്റെ നിവർത്തികേട് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ നാസറിൻ്റെ അടുത്ത് വീണ്ടും വിളിച്ച് പറഞ്ഞ് അപ്പം അറവിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ്, നിനക്ക് അക്കാമ അടിച്ചിട്ടില്ല, നിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് അക്കാമ അടിച്ചിട്ടില്ലെങ്കിൽ പൈസ ഒരുപാടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ 1 മാസത്തെ ശമ്പളം 1200 റിയാൽ എൻ്റെ കയ്യിൽ തന്നത് എൻ്റെ കയ്യിലിരുന്നു. നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ പൈസ അല്ല നോക്കുന്നത്, നമ്മളെ നിവർത്തിയോടെ കൊണ്ടാണ് എല്ലാവരും ഇവിടുന്ന് വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യരും ചെന്ന് ചാടത്തില്ല. പിന്നെ ഞാൻ ഈ 3 വട്ടം പോയതും 3 നല്ല സ്ഥലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പാട് അനുഭവിച്ച്. അതുപോലെ ഈ നാസർ ഒരുപാട് ആളുകളെ ഈ ദമാമിലെടുത്ത് മലയാളികളെ ആണുങ്ങളെ ആയാലും പെണ്ണുങ്ങളെ ആയാലും ഒരുപാട് ആളുകളെ അവിടെ എടുത്തിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. എനിക്കറിയാം. ഇപ്പം നാട്ടിൽ ലീവിനെന്നും പറഞ്ഞ് പോയിട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഫോട്ടോയും ഒക്കെ കൊണ്ടുവന്ന് വീണ്ടും അടുത്ത വിസയ്ക്കുള്ള തിരച്ചിലൊക്കെ തുടങ്ങി ആളുകളെ വരുത്തിക്കുക. നമ്മളെങ്ങനെ വിറ്റ് പണം ഉണ്ടാക്കി ബാങ്കിലിട്ടിട്ട് അവർക്കും അവരുടെ ആളുകൾക്കും മനസമാധാനമായിട്ട് കഴിയാൻ പറ്റും എന്ന് ഞാൻ പറയത്തില്ല. എന്നെങ്കിലും ഈ കണ്ണുനീരിനൊക്കെ ഒരു വില ദൈവം കൊടുത്തിരിക്കും. അത് അനുഭവിച്ചേ തീരത്തുള്ളൂ. കാര്യം 3 വട്ടം അറബി വിളിപ്പിച്ച് നാസർ വന്നപ്പോൾ ഞാൻ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ജോലി ചെയ്യാൻ വയ്യാഞ്ഞിട്ടോ. അപ്പം നാസർ അവരുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ വയ്യ, നാട്ടിൽ പോകാൻ വേണ്ടി ഞാൻ കള്ളത്തരം പറയുന്നതെന്നാണ് നാസർ അവരുടെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഒരു ഉമ്മ ഇരുന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കും, മേടിച്ച് വെക്കണം. മറ്റുള്ള ഇവിടെ ഞങ്ങളെ നാട്ടിലെ ആളുകൾ ഒരുപാട് പേര് ഇവിടെ രക്ഷിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, അവരെയൊക്കെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഫോൺ മേടിച്ച് വയ്ക്കണം, ഫോൺ വിളിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ കിളവൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചില്ല. കിളവൻ്റെ അടുത്ത് അവൾ പറഞ്ഞ് ഫോൺ മേടിച്ച് വയ്ക്കാൻ പറഞ്ഞു. കിളവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്ത് ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വിളിച്ച് വയ്ക്കണം, അവൾ കാണാൻ നീ ഫോൺ ചെയ്യരുതെന്ന്. അപ്പോൾ അത്രയ്ക്കൊരു മനസാക്ഷിയുള്ളൊരു കിളവനായിരുന്നു. അവസാനം ഇവൾ ഞാൻ വന്നപ്പോൾ ഞാൻ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവൾ എന്നെ അടിക്കാൻ വന്നപ്പോൾ അടുക്കളയിലിരുന്ന പിച്ചാത്ത് ഞാൻ വലിച്ചിങ്ങെടുത്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ ശരീരത്ത് തൊട്ടാൽ
നിന്നെ കീറിയിട്ട് ഞാനങ്ങ് ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരമായി മരുമോനെ വിളിപ്പിച്ച് മരുമോൻ വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് നിനക്ക് എന്താ വേണം? ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ എൻ്റെ നാട്ടിൽ വിടണം. അപ്പം ബാക്കി 2 മാസത്തെ ശമ്പളവും തന്നിട്ടില്ല. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് നാട്ടിൽ വിടാമെന്ന് പറഞ്ഞ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരാൻ, എൻ്റെ പൈസയ്ക്ക് തന്നെ ടിക്കറ്റ് എടുത്ത് തരാനായിട്ട് ടിക്കറ്റ് ഓക്കെ ആക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് ഒരു പേപ്പർ സീൽ ചെയ്തൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി, എന്തിനു കൊണ്ടുപോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കഥയല്ല, നൂറുകണക്കിന് കഥയാണ് തെരേസ പറഞ്ഞത്. തെരേസയുടെ മാത്രം കഥയല്ല, ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കഥകളാണ് നടക്കുന്നത്. നാസറല്ല, നിരവധി നാസർമാരുണ്ട്, പല പേരുകളിലാണെന്ന് മാത്രം. എന്തായാലും കഴിയുന്നതും വീട്ടുവേലയ്ക്ക് പോകാതിരിക്കലാണ് അറേബ്യയിലേക്ക് നല്ലത് എന്നാണ് തെരേസയുടെ അഭിപ്രായം തന്നെ എനിക്കുള്ളത്. പ്രവാസലോകം വീണ്ടും പറയുന്നു, നിങ്ങൾ സൂക്ഷിച്ചു പോകുക എന്നുള്ളതാണ്. സ്ത്രീ സഹോദരിമാർ പ്രത്യേകിച്ച്. തെരേസ, നന്ദി. നിയമം ശക്തിപ്പെടുമ്പോൾ നിയമലംഘകർ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത്. വഞ്ചിക്കപ്പെട്ട വീട്ടുതൊഴിലാളികൾക്ക് വിസ നൽകിയത് ഈ നാട്ടിലെ പൗരന്മാർ തന്നെയാണ്. ഇവർക്ക് ശിക്ഷ നൽകാൻ നിയമത്തിന് സാധിക്കും. എന്നിട്ടും ഇതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രവാസ ലോകത്തിന് മനസ്സിലാകുന്നില്ല. ഷെമിയയുടെ തിരിച്ചുവരവ് സാധ്യമാക്കാൻ പീരുമേട്ടിലെ പോലീസുകാർക്ക് കഴിയും. ഈ ഉറപ്പോടുകൂടിയാണ് ഇന്നത്തെ പ്രവാസ ലോകം വിടവാങ്ങുന്നത്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.